രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉള്ള ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ, ഇളയച്ചി മുത്തച്ചിയും കൂടിയിട്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് നോക്കിയാലോ. ഫിഷ് ബിരിയാണിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള മസാലകളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കുക്കറിലാവുമ്പോൾ എളുപ്പം 2-3 വിസിൽ വന്നാൽ അത് വാട്ടിയും കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് വിസിലടിച്ചത് കേട്ടോ. 2-3 വിസിൽ വന്നാൽ അതവിടെ ആയി കിട്ടിക്കോളും. അതിനുശേഷം സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാലഡിനുള്ള അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലാണ് റൈസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾ ചെറിയ ഒരു കുടുംബമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റൈസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അത് ഞങ്ങൾ റൈസ് അടുപ്പത്താണ് വെക്കുക കേട്ടോ. ഊറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് വലിയ കലം തന്നെ വെച്ചിട്ടുള്ളത്. ഒരുപാട് വെക്കുമ്പോൾ ഗ്യാസിൽ ഒരുപാട് ടൈം വെക്കണ്ടേ, ഗ്യാസ് എളുപ്പം കഴിയുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഞങ്ങൾ മസാല ആക്കിയത് ഒന്ന് വേവിച്ചെടുത്ത് കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾ ഉരുളിയിലിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം ഒരുപാട് നേരം വഴറ്റി നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആക്കുമ്പോൾ. പിന്നെ മീൻ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം മീനിന് റെസ്റ്റ് എടുക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടത് ഫ്രൈ ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്യലൊരു 2-3 ബാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫസ്റ്റ് ബാച്ചിൽ ഉള്ളതാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായി കൊണ്ടൊക്കെയുണ്ട്. പിന്നെ റൈസ് അവിടെ റെഡി ആവുന്നു. ഇളയച്ചി മൂത്തച്ചി പറഞ്ഞത് ഞാനാണ് മൂത്തച്ചി കേട്ടോ. ഇളയച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളുടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് റൈസ് ഊറ്റുന്നുണ്ട്, ഇളയച്ചിയാണ് ഊറ്റണത് കേട്ടോ. രണ്ടാളും പാടെ ജോലി ചെയ്യുമ്പോൾ അത് എളുപ്പമാണല്ലോ. ഒരാൾ ചെയ്യട്ടെ മറ്റാൾ ചെയ്യട്ടെ അങ്ങനെയൊന്നുമല്ല, രണ്ടാളും ഒരുമിച്ച് ചെയ്യുമ്പോൾ ജോലി അത് എളുപ്പമാവും. പിന്നെ എനിക്ക് എളുപ്പം പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അവനക്ക് പോകാനും കൂടിയിട്ട്. അപ്പോൾ അത് കഴിച്ചിട്ടാണ് പോകുമ്പോൾ അതൊരു സമാധാനമാണല്ലോ. അങ്ങനെ എനിക്കുള്ള ഫുഡൊക്കെ എളുപ്പമാക്കി കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് പോവുകയാണ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തന്നെ വേഗം ചെയ്തെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ബാച്ചിൽ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ബാച്ച് ഇടണം. അങ്ങനെ ഇത് സെറ്റായി. അങ്ങനെ എല്ലാ ബാച്ചും പൊരിച്ച് കഴിഞ്ഞ് ഇനി ഇതാ ഞങ്ങൾ മസാല ആക്കാൻ പോവുകയാണ് കേട്ടോ. മസാല ആക്കുമ്പോൾ പേടിയാണ്, ഇത് ഉടഞ്ഞ് പോവാതെ നേരം പോലെ എടുത്ത് കിട്ടണമല്ലോ. നമ്മൾ ഇറച്ചിയൊക്കെ ആകുമ്പോൾ അത് ഉടഞ്ഞാലും വലിയ പ്രശ്നമില്ല. പക്ഷെ മീൻ അങ്ങനെ മുള്ളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അത് ഉടയാതെ നേരം പോലെ എടുക്കണം. കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടമായോ? ആരുടെയൊക്കെ വീട്ടിലാണ് ഫിഷ് ബിരിയാണി ഇഷ്ടമുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആരുടെയൊക്കെ വീട്ടിൽ ഇളയിച്ച് മുത്തച്ചൊക്കെ ഉണ്ട് അതും കമൻ്റ് ഇടുമോ. പിന്നെ മക്കൾക്കൊക്കെ ഒന്നും സ്കൂളില്ലല്ലോ, ശനിയാഴ്ച ആയതുകൊണ്ട് മൂത്ത മക്കൾക്ക് മാത്രമേ ക്ലാസ്സുള്ളൂ. ചെറിയ മക്കളൊക്കെ ഒന്ന് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ജോലികൾ അത് ഇപ്പുറത്തും നടക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് വീട്ടിൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ കുറച്ച് തിരക്കുകളുണ്ട്. അങ്ങനെ അത് മീനിൻ്റെ കാര്യം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇതിന് ചെയ്യാൻ. അപ്പോൾ ഉടയാതെ നോക്കി കണ്ടൊക്കെ എണ്ണ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെയുള്ള മസാലയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ ഫിഷ് ബിരിയാണി കഴിക്കാറില്ല. ഫിഷ് ചിക്കന് വലിയ കഷ്ണം മീനൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ റൈസ് കുറച്ച് മസാലയൊക്കെ ആക്കണതിൻ്റെ മുന്നേ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൈസ് മസാല ഒക്കെ ദമ്മാക്കുകയാണ്. ദമ്മാക്കി കഴിയാനാണ് കേട്ടോ. ഞാൻ കുറച്ച് ഗരം മസാല മല്ലിച്ചപ്പൊക്കെ മേലെ ഇട്ട്, പിന്നെ കുറച്ചും കൂടി റൈസൊക്കെ മേലെ കുറച്ചും കൂടി ഇട്ടതിന് ശേഷം കുറച്ചുകൂടി മസാല ദമ്മാക്കാൻ വേണ്ടിയിട്ട് മേലെയും കൂടി കുറച്ച് ഫിഷ് മസാലയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ അവിടെ സെറ്റായി. ഇനി പിന്നെ ദമ്മാക്കണമല്ലോ. അപ്പോൾ അതിനുള്ള കുറച്ചും കൂടി റൈസ് അതിന് മേലെ ഇട്ടിട്ട് ദമ്മാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. മീൻ പൊട്ടാതെ നോക്കാൻ കുറേ ശ്രമിച്ചിരിക്കണം കേട്ടോ. ചെറിയ സ്പൂണൊക്കെ വെച്ചിട്ടായിരുന്നു ഞാനിത് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതവിടെ സെറ്റായി. ഞാൻ ദമ്മ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ അത് ദമ്മാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഫിഷ് കട്ടാക്കാതെ ഞാൻ റൈസ് മാത്രം നോക്കി എടുത്തിട്ട് ആണ് ഞാൻ പിന്നെ ഫുഡ് പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായി. അല്ല കാണാനൊക്കെ നല്ല രസമുണ്ടല്ലോ, പക്ഷെ ഞാൻ കഴിക്കാറില്ല. ഞാൻ ടേസ്റ്റ് പോലും നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ റൈസ് വേറെ മാറ്റി വെച്ച് മസാല മീൻ ഇടുന്നതിന് മുന്നേ മാറ്റി വെച്ചിട്ട്
ഇളയച്ചനിക്കുള്ള ഫുഡ് ഞാൻ പ്ലേറ്റിൽ സെർവ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റായി. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും വീട്ടിൽ എങ്ങനെയാണ് സാറ്റർഡേ സൺഡേ എന്തൊക്കെ സ്പെഷ്യലാണ് ഉണ്ടാക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.